ഹായ് നമസ്കാരം. ചെമ്പനീർപ്പൂവിന്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അധികം വൈകാതെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു എപ്പിസോഡാണ്. ശ്രീകാന്തിന്റെ വിവാഹം കഴിഞ്ഞ കാര്യങ്ങളൊന്നും അറിയാതെ അച്ചമ്മ രേവതിയെ വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്ത പാടെ തന്നെ ഇത്രയും നാളും രേവതി തന്നെ വിളിക്കാത്തതിലുള്ള പരിഭവം അച്ചമ്മ തുറന്നു പറയുന്നുണ്ട്. മോളെ രേവതി, അച്ചമ്മയെ നിങ്ങൾ എല്ലാവരും മറന്നുപോയല്ലേ, ഇപ്പൊ ആരും എന്നെ ഒന്ന് വിളിക്കാൻ പോലുമില്ല എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ ഇങ്ങനെ പരിഭവിക്കുന്നത് കേട്ട്, എന്താ അച്ചമ്മയത്, അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ അച്ചമ്മയെ അങ്ങനെ മറക്കുവോ? അച്ചമ്മയെ ഞാൻ എന്റെ അമ്മയുടെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത്. വീട്ടിലെ ജോലി തിരക്കിനിടയിൽ ഞാൻ അച്ചമ്മയെ വിളിക്കാൻ മറന്നു പോകുന്നതാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അച്ചമ്മ എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് രേവതി അച്ചമ്മയോട് സോറിയൊക്കെ പറയുന്നുണ്ട്. ഉടനെ അച്ചമ്മ പറയുന്നുണ്ട്, ഒന്നും പറയണ്ട, എനിക്ക് അറിയില്ലേ മോളെ, എല്ലാത്തിനും ആ ചന്ദ്രയെ പറഞ്ഞാൽ മതി. അവളാണ് എല്ലാ ജോലിയും മോളുടെ തലയിൽ വെച്ച് തന്നിരിക്കുന്നത്. എന്തിനാ മോളെ അവള് പറയുന്ന എല്ലാ ജോലിയും ചെയ്തു കൊടുക്കാൻ പോകുന്നത്? അവിടെ പുതിയൊരു മരുമകളും കൂടെ വന്നിട്ടുണ്ടല്ലോ, അവൾക്ക് പറ്റില്ലേ ജോലിയൊക്കെ ചെയ്യാനെന്ന് ചോദിക്കുമ്പോ രേവതി ആണെങ്കിൽ ഒന്നും നടുങ്ങുന്നുണ്ട്. അല്ല, അതെങ്ങനെ അച്ചമ്മയ്ക്ക് അറിയാമെന്ന് രേവതി ചോദിക്കുമ്പോ, നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? സുധിയുടെ ഭാര്യ അവിടെയുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടായോ? അത് കേൾക്കുമ്പോഴാണ് രേവതിക്ക് സമാധാനാവുന്നത്. ഓ അതായിരുന്നോ എന്നുള്ള രീതിയിൽ രേവതി നെഞ്ചത്ത് കൈവയ്ക്കുന്നുണ്ട്. തുടർന്ന് അച്ചമ്മ ചോദിക്കുന്നുണ്ട്, അല്ല രേവതി, ഈ സച്ചിക്ക് എന്ത് പറ്റി? 2 ദിവസം കൂടുമ്പോ എന്നെ വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാറുള്ളതാണ് അവൻ. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് അവനും രവീന്ദ്രനും ഒന്നും എന്നെ വിളിക്കാറേ ഇല്ല. എല്ലാവർക്കും ഇത് എന്ത് പറ്റി എന്നൊക്കെ തിരക്കുന്നതും അതൊന്നും ഉണ്ടായിട്ടല്ല അച്ചമ്മേ, ജോലി തിരക്ക് കാരണം വിട്ടുപോകുന്നതായിരിക്കും എന്നും പറഞ്ഞ് അച്ചമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട് രേവതി. ഇപ്പോൾ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയായിരുന്നു വിളിച്ചത്. നമ്മുടെ ശ്രീക്ക് വേണ്ടി നല്ലൊരു ആലോചന വന്നിട്ടുണ്ടെന്ന് അച്ചമ്മ പറയുന്നതും എന്തിനെന്ന് ചോദിക്കുന്നുണ്ട് രേവതി. ഉടനെ അച്ചമ്മ തിരിച്ചു ചോദിക്കുന്നു, എന്തിനെന്നോ? അവന്റെ കല്യാണം നടത്തണ്ടേ, നല്ല കുടുംബക്കാരാണെന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോ രേവതിയാണെങ്കിൽ ആകെ വല്ലാതാവുന്നുണ്ട്. പെണ്ണിന്റെ അച്ഛനെയും അമ്മയും കൂട്ടി ഞാൻ ഈ ആഴ്ച വീട്ടിലേക്ക് വരാമെന്നാണ് വിചാരിക്കുന്നതെന്നൊക്കെ അച്ചമ്മ പറയുന്നത് കേൾക്കുമ്പോ, അച്ചമ്മ എനിക്ക് എന്തോ ആ ആലോചന ശരിയാവില്ലെന്ന് തോന്നുന്നു, കുറച്ചു നാളുകൂടെ കഴിയട്ടെ എന്നൊക്കെ രേവതി പറയുന്നുണ്ടെങ്കിലും രേവതി ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല, നല്ലൊരു ആലോചനയാണിത് എന്ന് അച്ചമ്മയും കടുംപിടുത്തം പിടിക്കുന്നുണ്ട്. പക്ഷെ രേവതി വീണ്ടും പറയുന്നുണ്ട്, അച്ചമ്മയെ തൽക്കാലം ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, ഇപ്പൊ ആരെയും കൂട്ടി ഇങ്ങോട്ട് വരണ്ട എന്നിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ട് അച്ചമ്മ ഒടുവിൽ ചോദിച്ചു പോവുകയാണ്, നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? നല്ലൊരു കാര്യത്തിന് നീ ഒരിക്കലും തടസ്സം നിൽക്കാറില്ലല്ലോ, ഇപ്പൊ ഇതിന് എന്തോ ഒരു കാരണമുണ്ട്, സത്യം പറ, അവിടെ എന്താ സംഭവിച്ചതെന്ന് അച്ചമ്മ തുറന്നു ചോദിക്കുന്നുണ്ട്. രേവതിക്കാണെങ്കിൽ എന്ത് മറുപടി കൊടുക്കണമെന്ന് അറിയില്ല. ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും അച്ചമ്മ വീണ്ടും പറയുന്നുണ്ട്, ഒന്നും മറച്ചു വെക്കാമെന്ന് നീ കരുതണ്ട, എന്താണ് കാര്യമെന്ന് എന്നോട് പറ. അങ്ങനെയും പറഞ്ഞ് അച്ചമ്മ നിർബന്ധിക്കുകയാണ്. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ശ്രീകാന്തിന്റെ വിവാഹം കഴിഞ്ഞുവെന്നും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും ഒടുവിൽ രവീന്ദ്രന്റെ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചമ്മയുടെ അടുത്ത് തുറന്ന് പറയുന്നുണ്ട് രേവതി. എല്ലാം കേൾക്കുന്നതും അച്ചമ്മയാണെങ്കിലും ആകെ നടുങ്ങുന്നുണ്ട്. ഇത്രയും സംഭവങ്ങൾ അവിടെ നടന്നിട്ടും എന്നെ ആരും അറിയിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുകയും ചെയ്യുന്നുണ്ട് അച്ചമ്മ. നീ പോലും എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ മോളെ എന്നൊക്കെ രേവതിയോടായിട്ട് അച്ചമ്മ പറയുമ്പോ, സോറി അച്ചമ്മ, അച്ചമ്മയോട് പറയണ്ടായെന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറയുന്നുണ്ട് രേവതിയും. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതി എന്റെ മോന്റെ കാര്യങ്ങൾ എനിക്കറിയണ്ടേ എന്നും പറഞ്ഞ് രേവതിയും കുറ്റപ്പെടുത്തിക്കൊണ്ട് അച്ചമ്മ വിഷമത്തോടെ ഫോൺ കട്ട് ചെയ്യുകയാണ്. രേവതിക്കാണെങ്കിലും അച്ചമ്മയുടെ എല്ലാം മറച്ചു വെച്ചതിലുള്ള സങ്കടമുണ്ട്. ശേഷം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, സച്ചിയേട്ടന് ഇന്നുകൂടെ കാര്യങ്ങളൊന്നും അച്ചമ്മയെ അറിയിക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതാ. ഞാനാണെങ്കിൽ അത് ഓർക്കാതെ എല്ലാം വിളിച്ച് പറയുകയും ചെയ്തു. ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിക്കുക ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ടെൻഷനോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് രേവതി. എന്തായാലും വിവരങ്ങളെല്ലാം അറിയുന്ന അച്ചമ്മയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ തന്നെ വീട്ടിലെത്തുന്നുണ്ട്. വളരെ ദേഷ്യത്തോടെ ആയിരിക്കും അച്ചമ്മ കയറി വരുന്നത്. ഹാളിലിരിക്കുന്ന ചന്ദ്രമതി അച്ചമ്മയെ കാണുന്നതും അച്ചമ്മയുടെ അടുത്തേക്ക് വന്നിട്ട്, എന്താ അമ്മ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്നൊക്കെ ചോദിക്കുമ്പോ അച്ചമ്മ തന്റെ ബാഗെല്ലാം നിലത്തേക്ക് ഇടുകയാണ്. എന്നിട്ട് ദേഷ്യത്തോടെ ചന്ദ്രമതിയോടായിട്ട്, എന്താടി, എനിക്ക് ഇങ്ങോട്ട് വരാൻ നിന്റെയൊക്കെ അനുവാദം കിട്ടിയിട്ട് വേണോ? എന്റെ മോൻ രവീന്ദ്രനെ നിനക്ക് കല്യാണം കഴിപ്പിച്ചെന്ന് കരുതി അവന്റെ മേലുള്ള എന്റെ എല്ലാ അവകാശവും തീർന്നെന്നാണോ നീ കരുതിയത്? ഇവിടെ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും രവീന്ദ്രന് വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഞാൻ അതൊന്നും അറിഞ്ഞില്ല. അതോ ഈ കിളവിയെ ഒന്നും അറിയിക്കേണ്ടെന്ന് നീ അങ്ങ് തീരുമാനിച്ചോ എന്നൊക്കെ ചോദിച്ച് ചന്ദ്രയോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് അച്ചമ്മ. അത് പിന്നെ അമ്മേ, രവിയേട്ടൻ പറയേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണെന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോ, പിന്നെ ഭർത്താവ് പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന ഒരു പെണ്ണാണല്ലോ നീ. അവന് ഒരു സ്വസ്ഥതയും കൊടുക്കാതെ ഒടുവിൽ അവന് നെഞ്ചുവേദന വന്നപ്പോ നിനക്ക് സന്തോഷമായില്ലേ? നിന്നെയൊക്കെ തേടിപ്പിടിച്ച് അവന് കെട്ടിച്ചു കൊടുത്ത എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും ചന്ദ്രമതിയെ കണക്കിന് കുറ്റപ്പെടുത്തുന്നുണ്ട് അച്ചമ്മ. ആ സമയം അവിടേക്ക് വരുന്ന ശ്രീകാന്ത്, അച്ചമ്മ ഇതെപ്പോ വന്നു, വാ അച്ചമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചമ്മയുടെ അടുത്തേക്ക് വരാനൊരുങ്ങുമ്പോ, നീ പോടാ അവിടുന്ന്, ഇപ്പോഴാണ് നിനക്ക് അച്ചമ്മയെ ഓർമ്മ വന്നത്. ശ്രീകാന്ത് ആണെങ്കിൽ കാര്യം മനസ്സിലാവാതെ, എന്താ അച്ചമ്മേ എന്ന് ചോദിക്കുമ്പോ, എന്താണെന്ന് നിനക്ക് അറിയില്ല അല്ലേ,
എന്റെ മോനെ നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിച്ചില്ലേടാ. പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടുന്നത് വലിയ കാര്യമാണെന്നൊക്കെയാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? മക്കളെ വളർത്തുന്നവർക്ക് എന്താ അവരുടെ കല്യാണം നടത്തി കൊടുക്കാനും അറിയില്ലേ? മക്കളെയൊക്കെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തിക്കാൻ അച്ഛൻ വേണം. പക്ഷെ കല്യാണക്കാര്യം വന്നപ്പോ നീ അച്ഛനെ മറന്നു അല്ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രീകാന്തിന്റെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട് അച്ചമ്മ. പിന്നീട് അച്ചമ്മയെ കണ്ട് രേവതിയും ശ്രുതിയും ഒക്കെ വന്ന് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും അച്ചമ്മ അവരോടെല്ലാവരോടും ദേഷ്യത്തിൽ തന്നെ മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അധികം വൈകാതെ തന്നെ രവീന്ദ്രൻ നടത്തം കഴിഞ്ഞ് തിരിച്ചെത്തുന്നുണ്ട്. രവീന്ദ്രനെ കാണുന്നതും കരച്ചിലൂടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് അച്ചമ്മ. എന്ത് പറ്റി മോനെ നിനക്ക് നെഞ്ചിൽ ഓപ്പറേഷൻ കഴിയുന്നത് കേട്ടപ്പോ എനിക്ക് എന്റെ ജീവൻ പോകുന്ന പോലെ തോന്നിയടാ എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ ഇങ്ങനെ പൊട്ടിക്കരയുമ്പോ അതൊക്കെ കഴിഞ്ഞു പോയില്ലേ അമ്മേ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, വെറുതെ അമ്മ ഇങ്ങനെ കരയാതെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ ആശ്വസിപ്പിക്കുന്നുണ്ട് രവീന്ദ്രൻ. എന്നാൽ വീണ്ടും വീണ്ടും ഓരോ പരിഭവങ്ങൾ പറഞ്ഞ് കരയുക തന്നെയായിരിക്കും അച്ചമ്മ. അങ്ങനെ എല്ലാവരും കൂടെ അച്ചമ്മയെ ഒരു വിധത്തിൽ ആശ്വസിപ്പിക്കുന്നുണ്ട്. അച്ചമ്മയ്ക്ക് രേവതി വെള്ളമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോ അത് രവിക്ക് കൊടുക്ക്, അവൻ നടന്നു വന്നതല്ലേ എന്നും പറഞ്ഞ് രേവതിക്ക് നേരെ അച്ചമ്മ ദേഷ്യപ്പെടുന്നുണ്ട്. ജോഗിങ് കഴിഞ്ഞു വന്ന ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല അച്ചമ്മയെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സുധിയും. വീണ്ടും അച്ചമ്മ ഓരോന്ന് പറയുന്നുണ്ട്. എന്റെ രവി, എന്നാലും നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ, ഇത്രയും പേര് ചുറ്റിലും ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? ഭാര്യ എന്നും പറഞ്ഞു ഒരുത്തി ഇവിടെ ഉണ്ടല്ലോ, വെറും കളിമണ്ണാണ്, ഒരു ഗുണവുമില്ല. എടി ചന്ദ്രേ, ഇവൻ നിന്റെ ഭർത്താവായിട്ടും ഇവനെ ശരിക്കൊന്നും നോക്കുന്നു പോലും ഇല്ലല്ലോടി നീ എന്ന് പറഞ്ഞ് വീണ്ടും ചന്ദ്രയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അച്ചമ്മ. ശ്രുതി പറയുന്നുണ്ട്, അച്ചമ്മ വെറുതെ ഇങ്ങനെ വിഷമിക്കണ്ട, വയസ്സായാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്, ഇതൊക്കെ സാധാരണമാണ്. പക്ഷേ അച്ചമ്മ ശ്രുതിക്ക് നേരെയും ചൂടായിക്കൊണ്ട് പറയുന്നുണ്ട്, ആർക്കാടി വയസ്സായത്? ഇനിയിപ്പോ വയസ്സായാൽ തന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? നീ എന്നെ ഒന്ന് നോക്ക്, എനിക്ക് ഇമാതിരി എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ അച്ചമ്മ പറയുമ്പോ ചന്ദ്ര അവിടെ നിന്ന് പിറുപിറുക്കുന്നുണ്ട്. വൈകാതെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, അധികം അഹങ്കരിക്കേണ്ടെന്നും പറഞ്ഞിട്ട്. അച്ചമ്മയാണെങ്കിൽ അത് കേൾക്കുന്നുണ്ട്. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാവരും സംസാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും വർഷ അങ്ങോട്ടേക്ക് വന്നിട്ട് ശ്രീ കണ്ടീഷണർ കണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇതേ നീ മിണ്ടാതിരിക്കാൻ, അച്ചമ്മ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വർഷയ്ക്ക് അച്ചമ്മയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ശ്രീകാന്ത്. അച്ചമ്മയാണെങ്കിൽ വർഷയുടെ വേഷവും രൂപവും ഒക്കെ കണ്ട് അവളെ ഇങ്ങനെ ദേഷ്യത്തോടെ അടിമുടി നോക്കുകയായിരിക്കും. തുടർന്ന് രവീന്ദ്രൻ വർഷയ്ക്ക് അച്ചമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ ഹായ് അമ്മേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വർഷ. അച്ചമ്മയാണെങ്കിൽ വർഷയെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട്, ഇവളാണോ നിന്റെ കൂടെ ഓടി വന്ന പെണ്ണ്? എടി, നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഇങ്ങനെ തന്നെയാണോ വളർത്തിയിരിക്കുന്നത്? ഇങ്ങനെ ഓടിപ്പോയി കല്യാണം കഴിക്കാനാണോ നീ പഠിച്ചു വച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ അത് പിന്നെ അച്ചമ്മേ, ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ ഞങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ ആരും സമ്മതിച്ചില്ല, അപ്പൊ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് തിരിച്ചു പറയുന്നുണ്ട് വർഷയും. നിങ്ങൾ ഒളിച്ചോടിയത് കാരണം എന്റെ മോനാണ് കഷ്ടത്തിലായത്. മക്കളായാലേ അച്ഛന്റെ അമ്മയുടെയും സന്തോഷമാണ് ആദ്യം നോക്കേണ്ടത്. ഇങ്ങനെയൊക്കെ അച്ചമ്മയും തിരിച്ചു പറയുമ്പോ അങ്ങനെയാണെങ്കിൽ പാരന്റ്സും മക്കൾ പറയുന്ന അനുസരിക്കണ്ടേ? അങ്ങനെ ഓരോന്നും പറഞ്ഞ് അച്ചമ്മയ്ക്കെതിരെ വർഷ സംസാരിക്കുമ്പോ വർഷയുടെ സംസാരവും കാര്യങ്ങളൊന്നും അച്ചമ്മയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല. ശ്രീകാന്ത് ഇത് മനസ്സിലാക്കി വർഷയോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. ദ്രമതിയാണെങ്കിലും അച്ചമ്മയുടെ ആ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ട് വർഷയോടായിട്ട് പറയുന്നുണ്ട്, അമ്മ നാട്ടിൽ നിന്നും വന്നതല്ലേ ഉള്ളൂ മോളെ, സമാധാനമായിട്ട് സംസാരിക്കാം, മോള് പോയി ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞ് വർഷയെ പറഞ്ഞയക്കുമ്പോ ശരി അച്ചമ്മേ, ഞാൻ കുളിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വർഷയും അവിടെ നിന്ന് പോകുന്നു. വർഷ പോയതും അച്ചമ്മ ചന്ദ്രമതിയോടായിട്ട് നിനക്ക് പറ്റിയ മരുമകളെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും പുറത്തുപോയ സച്ചിയും തിരിച്ചെത്തുന്നുണ്ട്. അച്ചമ്മയെ കാണുമ്പോ തന്നെ സച്ചി, അച്ചമ്മയെ എത്ര നാളായി കണ്ടിട്ട്, ഞാൻ അച്ചമ്മയൊന്ന് എടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും സച്ചിയുടെ മുഖത്ത് ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട് അച്ചമ്മ. എല്ലാവരും അത് കണ്ട് നടുങ്ങുന്നുണ്ട്. സച്ചിയാണെങ്കിലും ഞെട്ടലോടെ അച്ചമ്മയെ എന്ന് വിളിക്കുന്നതും, എന്താ അച്ചമ്മേ കൊച്ചമ്മേ, ഇവിടെ നടന്ന എന്തെങ്കിലും കാര്യം നീ എന്നെ അറിയിച്ചോടാ? നിന്റെ അമ്മയ്ക്ക് പോലും എന്നോട് ഒന്നും പറയാൻ തോന്നിയില്ല, കാരണം ഞാൻ എന്റെ മകനെ പ്രസവിച്ച് അവൾക്കങ്ങ് ദാനം കൊടുത്തിരിക്കുകയല്ലേ. ഇത്രയും വലിയൊരു ഓപ്പറേഷൻ നടന്നിട്ട് നീ പോലും അതെന്നോട് പറഞ്ഞില്ലല്ലോ രവീന്ദ്ര. അച്ഛയോടായിട്ടും പറയുന്നുണ്ട്, നീ എന്റെ പിന്നാലെ അച്ചമ്മയെ അച്ചമ്മയെ എന്ന് വിളിച്ച് എപ്പോഴും നടന്നിരുന്നവനല്ലേ, നീയും എന്നോട് ഒന്നും പറഞ്ഞില്ല, രേവതിക്കെങ്കിലും എന്നോട് അത് പറയാൻ തോന്നിയല്ലോ എന്ന് അച്ചമ്മ ഇങ്ങനെ പറയുന്നത് കേട്ട് എല്ലാവരും രേവതിയെ തന്നെ തറപ്പിച്ച് നോക്കുകയാണ്. അത് കാണുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് സച്ചിയോട്, നീ എന്തിനാടാ അവളെ നോക്കുന്നത്? അവളെന്നോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടായിരിക്കും അല്ലേ, അവൾ എന്തിനാ എന്നോട് മറക്കുന്നത്? കുറച്ച് വൈകിയായാലും എന്റെ മോൾ എന്നോട് കാര്യങ്ങളെല്ലാം അറിയിച്ചല്ലോ എന്നെല്ലാം പറഞ്ഞ് രേവതിയെ അച്ചമ്മ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോ സച്ചിയെ അതേസമയം തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നീ എന്നോട് ഇക്കാര്യം മറച്ചു വയ്ക്കുന്നത് ഞാൻ ഒരിക്കലും കരുതിയില്ല, ഒന്നുമില്ലെങ്കിലും നിന്നെ വളർത്തിയത് ഞാനല്ലേ, നീ അച്ചമ്മയെന്നും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വാ, എനിക്കിനി നിന്നെ കാണണ്ട, സംസാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ അങ്ങനെ കപടദേശം കാണിക്കുമ്പോ സച്ചിയോട് അവിടുന്ന് പോകാൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് രവീന്ദ്രനും. എന്തായാലും സച്ചി അങ്ങനെ വിഷമത്തോടെ റൂമിലേക്ക് പോകുന്നത് കാണുമ്പോ രേവതിക്കും സങ്കടമാവുന്നുണ്ട്. സച്ചിയെ ആശ്വസിപ്പിക്കാനെന്നോണം രേവതി സച്ചിയുടെ പുറകെ പോകുമ്പോ
രേവതി തന്റെ പുറകെ വരുന്നത് സച്ചി കാണുന്നുണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം അച്ചമ്മയെ അറിയിച്ചതില് സച്ചിക്ക് രേവതിയോട് ദേഷ്യം തന്നെയായിരിക്കും. രേവതി ചെന്നിട്ട് ഭക്ഷണം എടുത്ത് വെക്കട്ടെ എന്നൊക്കെ സച്ചിയോട് ചോദിക്കുമ്പോ സച്ചിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോ നിന്നോട് ഇക്കാര്യം അച്ചമ്മയെ അറിയിക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞതല്ലേ, അപ്പോഴേക്കും വിളിച്ച എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു കൊടുത്തല്ലേ നീ, ഇന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തോർത്തെടുത്ത് രേവതിയുടെ വായ മൂടി പിന്നീട് രേവതിയുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇനി എപ്പോഴും നീ ഇങ്ങനെ നിന്നാ മതി, നിന്റെ വായിൽ നിന്നും വേണ്ടാത്ത ഒരു വാക്ക് പോലും വീണു പോകരുത് എന്നൊക്കെ പറയുമ്പോ സച്ചിയുടെ ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് രേവതി ധൈര്യത്തോടെ തന്നെ വായിലെ ആ കെട്ട് അഴിച്ചു മാറ്റുന്നു. എന്നിട്ട് സച്ചിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ എന്ത് പണിയായി കാണിക്കുന്നത്, എന്റെ വായ മൂടിക്കെട്ടാൻ മാത്രം ഞാനിപ്പോ ഇവിടെ എന്താ പറഞ്ഞത്? ഉടനെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അച്ഛൻ പറഞ്ഞതല്ലായിരുന്നു അച്ഛമ്മയെ ഒന്നും അറിയിക്കരുതെന്ന്, നീയാണെങ്കിൽ അതൊന്നും കേൾക്കാതെ എല്ലാ അച്ഛമ്മയെ വിളിച്ച് അറിയിച്ചിരിക്കുന്നു. ഇപ്പൊ കണ്ടില്ലേ അച്ഛമ്മ ഇപ്പൊ വളരെ ദേഷ്യത്തിലാണ് എന്നോട് പോലും പെരുമാറിയത്, ഇതുവരെ എന്നെ ഒന്നും അടിച്ചിട്ട് പോലും ഇല്ലാത്ത അച്ഛമ്മ എന്നെ ഇന്ന് അടിച്ചു, എനിക്ക് എന്തുമാത്രം വേദന ഉണ്ടാക്കിയെന്ന് നിനക്ക് അറിയോ രേവതി എന്നൊക്കെ സച്ചി പറയുന്നതും രേവതി പറയുന്നുണ്ട്, ഓ ഒരടി കിട്ടിയെന്ന് കരുതി അത്രയ്ക്ക് അങ്ങ് വേദനിക്കുമല്ലേ, ആഹാ അടി കിട്ടിയാൽ വേദനിക്കുമല്ലേന്ന് ഞാനിപ്പൊ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി രേവതി അടിക്കാനായിട്ട് ഒരുങ്ങുമ്പോ അയ്യോ അച്ഛമ്മേ എന്നും പറഞ്ഞുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഓടാനൊരുങ്ങുന്ന രേവതിയെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് സച്ചി. അവിടെ നിൽക്ക്. എന്നിട്ട് വീണ്ടും സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അച്ഛമ്മയോട് ശ്രീകാന്തിന്റെ കല്യാണം കഴിഞ്ഞത് പറഞ്ഞത്? ആ സമയത്ത് രേവതി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അത് പിന്നെ അച്ഛമ്മ ശ്രീക്ക് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടെന്നും ആ പെണ്ണിന്റെ വീട്ടുകാരെ കൂട്ടി ഇങ്ങോട്ട് വരാൻ പോവുകയാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെ വന്നിരുന്നെങ്കിൽ അവരുടെയൊക്കെ മുമ്പിൽ അച്ഛമ്മയല്ലേ അപമാനിക്കപ്പെട്ട് നിൽക്കേണ്ടി വരിക, അതുകൊണ്ടാണ് ഞാനത് തുറന്നു പറഞ്ഞത്. സച്ചിയാണെങ്കിൽ അപ്പോഴും പറയുന്നുണ്ട്, അത് പിന്നെ നിനക്ക് എല്ലാത്തിനും ഒരു മറുപടി ഉണ്ടാവുമല്ലോ. ഉടനെ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ ചെയ്ത ന്യായമല്ല എന്നാണോ സച്ചിയേട്ടൻ പറഞ്ഞു വരുന്നത്? അപ്പൊ സച്ചി പറയും, ചെയ്തതൊക്കെ ശരിയായിരിക്കും, പക്ഷേ അച്ഛമ്മ ഇപ്പൊ എന്നോട് ശരിക്കും ദേഷ്യത്തിലാണ്. രേവതി അത് കേൾക്കുമ്പോ പറയുന്നുണ്ട്, എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും, ശരിക്കും സംഭവിച്ചതെല്ലാം സച്ചിയേട്ടൻ നേരത്തെ തന്നെ അച്ഛമ്മയെ അറിയിക്കണമായിരുന്നു. അച്ഛമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് പിറകെ നടക്കുന്നതല്ലേ, എന്നിട്ടും അച്ഛമ്മയ്ക്ക് കൊടുക്കേണ്ട മര്യാദ കൊടുത്തില്ലല്ലോ. പ്രശ്നം നടന്നിട്ട് ഇത്രയും നാള് കഴിഞ്ഞില്ലേ, ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും അച്ഛമ്മയെ വിളിച്ച് കാര്യം അറിയിച്ചാൽ മതിയായിരുന്നല്ലോ സച്ചേട്ടാ എന്നൊക്കെ രേവതി പറയുമ്പോ അച്ഛനെ അറിയിക്കേണ്ടത് പറഞ്ഞൊരു കാര്യം ഞാൻ എങ്ങനെയാ രേവതി അറിയിക്കുന്നത് എന്ന് തിരിച്ചു പറയുന്നുണ്ട് സച്ചി. എന്ന് വെച്ച് എത്ര നാൾ ഇത് മറച്ചു വെക്കാമെന്നാണ് കരുതിയിരുന്നത്? അച്ഛമ്മ എന്റെ ജീവൻ എന്നാണല്ലോ സച്ചേട്ടൻ എപ്പോഴും പറയാറുള്ളത്. നമ്മുടെ അടുത്ത് സ്നേഹം കാണിക്കുന്നവരോട് നമ്മൾ ഒരിക്കലും കള്ളം പറയരുത് സച്ചേട്ടാ, എനിക്ക് ഒരിക്കലും കള്ളം പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ എല്ലാ സത്യവും പറഞ്ഞതെന്നും പറഞ്ഞ് തന്റെ ഭാഗം ന്യായീകരിക്കുന്നുണ്ട് രേവതി. എന്തായാലും അച്ഛമ്മ തന്നോട് ഇത്രയും ദേഷ്യപ്പെട്ടതുകൊണ്ട് തന്നെ അച്ഛമ്മയോടുള്ള ആ പിണക്കത്തിൽ തന്നെ റൂമിലിരിക്കുകയാണ് സച്ചി. രേവതിയാണെങ്കിൽ റൂമിന് പുറത്തേക്ക് വരുന്ന സമയത്ത് എല്ലാവരും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. കുളി കഴിഞ്ഞു വന്ന വർഷയെ അടുത്തിരുത്തിക്കൊണ്ട് വർഷയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് അച്ഛമ്മ. അങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് വർഷയ്ക്കായിട്ട് താൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് എല്ലാം കൊടുത്ത് ശ്രീയോടുള്ള പിണക്കം എല്ലാം മാറ്റുന്നുണ്ട് അച്ഛമ്മ. അവര് രണ്ടുപേരെയും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അന്ന് താൻ കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ എല്ലാവർക്കുമായിട്ട് എടുത്തു കൊടുക്കുമ്പോ രേവതിയോടായിട്ട് സച്ചിയെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട് അച്ഛമ്മ. രേവതി സച്ചിയെ വിളിക്കാനായിട്ട് വരുമ്പോ സച്ചി യാതൊരു കൂസലുമില്ലാതെ പാട്ടും പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അച്ഛമ്മ വിളിക്കുന്നുണ്ടെന്ന കാര്യം അറിയിക്കുമ്പോ ഞാൻ വരില്ലെന്ന് പറഞ്ഞതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും പിണക്കം ഭാവിച്ച് അവിടെ തന്നെ ഇരിക്കുവാണ് സച്ചി. ആ സമയം തന്നെ സച്ചിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു പലഹാരത്തിന്റെ മണം റൂമിലേക്ക് അടിച്ചു വരുന്നുണ്ട്. സച്ചി ആ മണം ആസ്വദിച്ചുകൊണ്ട് റൂമിൽ നിന്ന് എത്തി നോക്കുന്ന സമയത്ത് അച്ഛമ്മ അത് എല്ലാവർക്കും വിതരണം ചെയ്യുന്നതാണ് കാണുന്നത്. ഇനിയും റൂമിൽ നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി സച്ചി പിണക്കം എല്ലാം മറന്ന് അച്ഛമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് അച്ഛമ്മയുടെ അരികിലേക്ക് ഓടിച്ചെല്ലുകയാണ്. വേഗം തന്നെ അച്ഛമ്മയുടെ കയ്യിലെ പാത്രം പിടിച്ചു വാങ്ങിക്കൊണ്ട് ആ പലഹാരം മൊത്തം വായിലാക്കുന്നുണ്ട്. അച്ഛമ്മയാണെങ്കിലും സച്ചിയോടുള്ള പിണക്കം എല്ലാം മറന്ന് സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ രണ്ടുപേരുടെയും ആ പിണക്കം മാറിയതിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രേവതിക്ക്.